എല്ലാവർക്കും നമസ്കാരം. ITI കേരള ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. അതായത് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഓൾറെഡി ഞാൻ സോൾവ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് വിത്ത് ആൻസേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് ചോദ്യമുണ്ട്, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ മാർക്ക് ചെയ്ത ആൻസർ ഇതിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ യുവർ ആൻസർ ബി ആയിട്ട് കിടപ്പുണ്ട്, കറക്റ്റ് ആൻസറും ബി ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു തവണ ചെയ്തതായതുകൊണ്ട് വീണ്ടും രണ്ടാമത് ചെയ്തപ്പോഴത്തേക്ക് ആൻസർ എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ആദ്യം ചെയ്തപ്പോൾ എനിക്കും തെറ്റിപ്പോയായിരുന്നു. അത് സാരമില്ല, നിങ്ങളാണെങ്കിലും തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ഒന്നുകൂടി ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദി കപ്പാസിറ്റി ഓഫ് എ കോണിക്കൽ ടാങ്ക് ഓഫ് റേഡിയസ് 2 മീറ്റർ ആൻഡ് ഹൈറ്റ് 5 മീറ്റർ? നമുക്കൊരു കോണിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കോണിൻ്റെ വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത് πr² × h/3 ആണ്. ഓക്കെ, അപ്പോൾ അത് ഈ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും, അതായത് πr² 22/7 ഇൻറ്റു r² എന്ന് ഉദ്ദേശിക്കുന്നത് 2² ഇൻറ്റു h എന്ന് ഉദ്ദേശിക്കുന്നത് 5/3 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 21m² എന്നുള്ളത് കിട്ടും. അത് അപ്രോക്സിമേറ്റ് ആണ്, 20 പോയിൻറ്റ് സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല, 21m² എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെബർ പെർ മീറ്റർ എന്നാണ് ഇതിനകത്ത് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വെബർ ബൈ മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ആ ഉത്തരം WB/m² ആണ്, അല്ലെങ്കിൽ ടെസ്ലയാണ്. മൂന്നാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ഇഫ് ദി കാസ്റ്റിംഗ് വെയ്റ്റ് ഓഫ് കോപ്പർ ഈസ് 42.3 kg ആൻഡ് ടിൻ വെയ്സ് 2.7 kg? അതായത് ചോദ്യം ഇതാണ് ഉദ്ദേശിക്കുന്നത്, അതായത് രണ്ട് മെറ്റൽസ് തമ്മിൽ യോജിപ്പിച്ച്, അതായത് അലോയ് ചെയ്തപ്പോഴത്തേക്കും, അതായത് രണ്ട് മെറ്റൽസിനെ സംയോജിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അലോയിങ് എന്ന് പറയുന്നത്. അലോയിയുടെ വെയ്റ്റിനകത്ത് കോപ്പറിൻ്റെ ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പറാണ് ഇതിനകത്ത് 42.3 kg ഉള്ള, ടിന്ന് 2.7 kg ഉള്ളൂ. അപ്പോൾ കോപ്പറിൻ്റെ വെയ്റ്റ് 42.3 ഡിവൈഡ് ബൈ ടോട്ടൽ വെയ്റ്റ്, അതായത് അലോയുടെ ടോട്ടൽ വെയ്റ്റ് 42.3 + 2.7, അതായത് 45 kg. അത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 42.3 ഡിവൈഡ് ബൈ 45 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 94% കിട്ടുന്നുണ്ട്. അതാണ് ഈ ഓപ്ഷൻ ബി, അതാണ് ഉത്തരം കേട്ടോ. അപ്പോൾ നാലാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദി ഡെൻസിറ്റി ഓഫ് അലൂമിനിയം? അലൂമിനിയത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ കുറേയൊക്കെ കാണാപ്പാടം പഠിക്കണം. അപ്പോൾ ഇത് നമുക്ക് അലൂമിനിയം അല്ലെങ്കിൽ കോപ്പർ അല്ലെങ്കിൽ അയൺ, അതിൻ്റെ സാധനങ്ങൾ, മെർക്കുറി, ഇതിനൊക്കെ പലതിൻ്റെ ഡെൻസിറ്റി വ്യത്യാസമുണ്ട്. മെയിനായിട്ടുള്ള ഞാൻ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഡെൻസിറ്റി നിങ്ങൾ കാണാപ്പാടം പഠിച്ചു പോവുക, ചിലപ്പോൾ അത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം 2.7 gram/cm3 ആണ്. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത അഞ്ചാമത്തെ ചോദ്യം: വിച്ച് വൺ ഈസ് ഹീറ്റ് ഇൻസുലേറ്റർ? അതായത് ഇൻസുലേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് കടത്തി വിടാത്തതിനാണ് ഇൻസുലേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻസുലേഷൻ ടേപ്പൊക്കെ ചുറ്റുന്നത് നമുക്ക് ഷോക്ക് അടിക്കാണ്ടിരിക്കാനും അത് കടത്തി വിടാണ്ടിരിക്കാനും ഉദ്ദേശിക്കുന്നത്, അതാണ് ഇൻസുലേറ്റർ. ഇതിനകത്ത് ഏതാണ് ഇൻസുലേറ്റർ എന്ന്? കോപ്പറുണ്ട്, ബ്രാസ് ഉണ്ട്, തെർമോക്കോളുണ്ട്, അലൂമിനിയം ഉണ്ട്. ഓപ്ഷൻ എ തെർമോക്കോളാണ് ഇൻസുലേറ്റർ. ഓക്കെ, നമ്മൾ ഈ ചൂടാറ പെട്ടിക്കകത്താണെങ്കിലും പല കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ തെർമോക്കോൾ ഒരു ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആറാമത്തെ ചോദ്യം: അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ഫാരൻഹീറ്റ് ആൻഡ് സെൻറ്റിഗ്രേഡ് തെർമോമീറ്റേഴ്സ് ഗിവ് ദി സെയിം റീഡിങ്? ഏത് ടെമ്പറേച്ചറിലാണ് ഈ രണ്ട് അപ്പാരറ്റസും സെയിം റീഡിങ് തരുന്നതെന്നുള്ളതാണ്. അതായത് -40°C ഇത് രണ്ടും, ഈ രണ്ട് റീഡിങ്ങും ഒന്നായിട്ട് കാണിക്കുന്നു. ഓക്കെ, രണ്ടിൻ്റെയും റീഡിങ് ഒന്നായിട്ട് കാണിക്കും. ഏഴാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി മെറ്റൽ ഇഫ് ദി പീസ് ഓഫ് മെറ്റൽ വെയ്സ് 150 grams ഇൻ എയർ ആൻഡ് 125 grams ഇൻ വാട്ടർ? അതായത് ഒരു മെറ്റൽ, ഏതെങ്കിലും ഒരു മെറ്റൽ, ഫോർ എക്സാമ്പിൾ ഒരു അയണിൻ്റെ പീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ചെറിയൊരു കഷ്ണം, ഒരു അയണിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോപ്പറിൻ്റെ ഒരു കഷ്ണം ആയിക്കോട്ടെ, അത് വെള്ളത്തിൽ അതിൻ്റെ വെയ്റ്റ്, വെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ വെയ്റ്റ് 125 ഗ്രാമും, എയറിൽ, അതായത് അറ്റ്മോസ്ഫിയറിൽ പിടിക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റ് 150 grams ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെയെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ എയറിലുള്ള വെയിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും, വെള്ളത്തിലിടുമ്പോഴത്തേക്കും അതിനൊരു ബോയൻസി ഫോഴ്സ് ഉള്ളതും കൊണ്ട് ഇച്ചിരി കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ വെള്ളത്തിലുള്ള വെയിറ്റ് കൂടുതലുള്ളത് 150 ആണ്. 150 ഡിവൈഡ് ബൈ എയറിലുള്ളത് മൈനസ് വാട്ടറിലുള്ളത്, അതായത് 150 മൈനസ് 125 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഗ്രാം. അതായത് 150 ഡിവൈഡ് ബൈ 25 ഈസ് ഈക്വൽ ടു 6 ആണ്. അതാണ് 6 ആണ് നമുക്ക് ഇതിൻ്റെ ഉത്തരം. സ്പെസിഫിക് ഗ്രാവിറ്റി 6 ആണ്. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി വോളിയം ഓഫ് മെർക്കുറി ഇൻ സെൻറ്റിമീറ്റർ ക്യൂബ്? If the mass of mercury is 136 grams and density of mercury is 13.6 grams. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 10 കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഉത്തരം. കൺവേർട്ട് 45 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇൻറ്റു ഫാരൻഹീറ്റ്. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, F-32 ദി ഹോൾ ഇൻറ്റു 5/9 ഈസ് ഈക്വൽ ടു സെൻറ്റിഗ്രേഡ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഇതിനകത്തൊന്ന് എഴുതി കാണിച്ചു തരാം. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാം. അതായത് നമുക്ക് തന്നിട്ടുള്ളത് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ, അതായത് ഇതാണ് തന്നിരിക്കുന്നത്, നമ്മുടെ സെൻറ്റിഗ്രേഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 45 × 9 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഉത്തരം കിട്ടും. അതേ പ്ലസ് 32 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫാരൻഹീറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് 113 ഫാരൻഹീറ്റ് കിട്ടുന്നുണ്ട്, ഡി ആണ്. ഓക്കെ, പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് called for the amount of heat required to raise the temperature of unit mass of a substance through 1 degree centigrade എന്നാണ്. അതായത് പത്താമത്തെ ചോദ്യത്തിൽ ഇതൊരു ഇതാണ് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സ്പെസിഫിക് ഹീറ്റിൻ്റെ ഡെഫിനിഷനും കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിലോട്ട് ഉയർത്താൻ വേണ്ടുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മളീ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് സെൻസിബിൾ ഹീറ്റ് എന്താണ്, ലാറ്റൻ ഹീറ്റ് എന്താണ്. ലാറ്റൻ ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ് ചേഞ്ചിങ്, അതായത് ഐസിൽ നിന്നും ഉരുകി വെള്ളമായി മാറുമ്പോഴത്തേക്കും ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നില്ല. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു വെള്ളം തിളയ്ക്കുവാണ്, അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ വെള്ളം തിളയ്ക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അത് 101 ആവുന്നില്ല, വെള്ളം തിളച്ച് തീരുന്നവരെ 100-ൽ തന്നെ തിളച്ചുകൊണ്ടിരിക്കും. 101 ആവില്ല, 102 ആവില്ല, 99 ആവില്ല. തീ കൊടുക്കുന്നതെല്ലാം ഇതിന് ആവിയായി, അതായത് ഇതിന് ഫേസ് ചേഞ്ചിങ് നടന്നുകൊണ്ടിരിക്കും. അതായത് വെള്ളം ലിക്വിഡ് ആയിരിക്കുന്ന ദ്രവാവസ്ഥയിലിരിക്കുന്ന സാധനം ആവിയായിട്ട് പോകും. ആയിരിക്കുന്ന അവസ്ഥേനെ മാറ്റാൻ ഉപയോഗിക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ ഈ ലാറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം റിലേറ്റഡ് ആണ്. സെൻസിബിൾ ഹീറ്റും ഇതുമായിട്ട് കോറിലേറ്റഡ് ആണ്. ഓക്കെ, 11ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ഓപ്ഷൻ, അതായത് നമ്പർ ഡിവൈഡ് ബൈ ഡിഗ്രി സെൽഷ്യസ്. അതായത് 1 ഡിഗ്രി സെൽഷ്യസിൽ ഇത്ര, അത് ആ ഒരു നമ്പർ പല കാര്യങ്ങളിൽ റിലേറ്റ് ആയിട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ഉത്തരം. നമ്പർ ഡിവൈഡ് ബൈ നമ്പർ പെർ ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എനി കണ്ടക്ടർ. അത് നമുക്ക് സ്ട്രെയിറ്റ് അവേ ചോദ്യമാണ്. ബി ആണ് അതിൻ്റെ ഉത്തരം, കറണ്ടാണ്. അതായത് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് കറണ്ട്. ഇനി കണ്ടക്ടർ എന്ന് ഉദ്ദേശിക്കുന്ന കണ്ടക്ടറിലൂടെ തന്നെയാണ് ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്. അതായത് ഇൻസുലേറ്ററിലൂടെയോ, അതായത് കണ്ടക്ട് ചെയ്യാത്തൊരു വസ്തുവിലൂടെ നമുക്ക് ഇത് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫ്ലോ ചെയ്യുന്നൊരു വസ്തുവിനെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് നമ്മൾ കറണ്ട് എന്ന് പറയും. അടുത്ത ചോദ്യം 13, വാട്ട് ഈസ് കോൾഡ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇത് സ്പെസിഫിക് ഗ്രാവിറ്റിനാണ് സൂചിപ്പിക്കുന്നത്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ, അതായത് ചെമ്പായിക്കോട്ടെ, അയൺ ആയിക്കോട്ടെ, അലൂമിനിയം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റിയും 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള താരതമ്യത്തിനാണ്. ഇതൊരു റിലേഷനാണ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, അത് ഓർത്തണം. ഓക്കെ, ഒരു താരതമ്യം, അത് റിലേഷൻ മാത്രമാണ്. ഓക്കെ, വാട്ട് ഈസ് ദി അടുത്ത ചോദ്യം 14, വാട്ട് ഈസ് ദി ഫ്രീസിങ് പോയിൻ്റ് ഓഫ് വാട്ടർ ഇൻ കെൽവിൻ സ്കെയിലിൽ. കെൽവിൻ സ്കെയിലിൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എത്രയാണ്? ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ നമുക്ക് 0 എന്നറിയാം, കെൽവിനിൽ 273 കെൽവിനാണ് കേട്ടോ. ഓക്കെ, 15ാമത്തെ, വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ഫൈൻഡിങ് വോളിയം ഓഫ് എ ഹോളോ സിലിണ്ടർ.
ഹാവിങ് ആൻ ഔട്ടർ റേഡിയസ് 6, വലിയത് 6ഉം ചെറിയ റേഡിയസ് ചെറിയ 6ഉമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഹൈറ്റ് H അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓപ്ഷനാണ്. πr² ആണ് സാധാ ഹോളോ അല്ലാത്ത ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വലിയ 6 മൈനസ് ചെറിയ 6 ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഹോളോ ആയി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷനാണ് അതിൻ്റെ ഉത്തരം. 16ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ഫോർമുല ഓഫ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ ഹെക്സഗൺ? ഹെക്സഗണിൻ്റെ കേസിൽ നമുക്കറിയാം അതൊരു പോളിഗണാണ്. പോളിഗണിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ സൈഡ്സുള്ള, പോളിഗണിൻ്റെ ഡെഫിനിഷൻ തന്നെയാണെങ്കിൽ ഈക്വൽ വശങ്ങളുള്ള 4 അതിൽ കൂടുതലോ വശങ്ങളുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈക്വൽ വശങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഹെക്സഗണിന് 6 വശമുണ്ട്, പെൻറ്റഗണിന് 5 വശമുണ്ട്, ഹെപ്റ്റഗൺ അതിനനുസരിച്ച് അങ്ങനെ കയറി പോകും. ഓക്കെ, അപ്പോൾ ഈ 6 വശങ്ങളുള്ളപ്പോൾ അതിന് നമുക്ക് ഏരിയയും പെരിമീറ്ററുമാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ എനിക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു എളുപ്പ വഴി കണ്ടുപിടിക്കാനുള്ളത് പെരിമീറ്റർ ഓഫ് എ ഹെക്സഗൺ നമുക്ക് എളുപ്പമാണ്. അതായത് 6 വശങ്ങളുള്ളപ്പോൾ ഒരു വശം A ആണെങ്കിൽ 6 × A ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ള ഓപ്ഷൻസ് ABC നോക്കുമ്പോൾ 5A, 4A, 3A എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡിയിൽ മാത്രമാണ് 6A കൊടുത്തിരിക്കുന്നത്. അതായത് പെരിമീറ്റർ കണ്ടുപിടിച്ചാലും നമുക്ക് ഉത്തരത്തിലോട്ട് എത്താം. അതാണ് ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്ത ചോദ്യം 17ാമത്തെ, വിച്ച് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആസ് റെഫ്രിജറേറ്റേഴ്സ്? അതായത് ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ പല റെഫ്രിജറേഷൻസിനകത്തോ ഉപയോഗിച്ചിരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? അത് പോളിയൂറത്തേനാണ്. ഓക്കെ, അത് കാണാപ്പാടം തന്നെ പഠിക്കുക. 18ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി ബ്ലോക്ക് വെയ്സ് ഇൻ kg ഇഫ് വോളിയം തന്നിട്ടുണ്ട്, നമുക്ക് 320 cm³ തന്നിട്ടുണ്ട്, ആൻഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 8.9 g/cm³ തന്നിട്ടുണ്ട്. ഈ ബ്ലോക്കിൻ്റെ വെയിറ്റാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്, നമുക്കറിയേണ്ടത്. നമുക്ക് വോളിയം തന്നിട്ടുണ്ട്. ഓക്കെ, 320 cm³ അറിയാം. അപ്പോൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇത് കിട്ടും, വെയിറ്റ് കിട്ടും. വോളിയം 320 × 8.9 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2848 ഗ്രാംസ് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ഗ്രാംസിലാണ്, 8.9 ഗ്രാംസിനാണ്. അതിന് നമ്മൾ kgയിലോട്ട് മാറ്റുമ്പോഴത്തേക്കും 2.848 കിലോഗ്രാം കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്തത് 19ാമത്തെ ചോദ്യം, വിച്ച് ഈസ് സെയിം ഇൻ സീരീസ് കണക്ഷൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട്? സീരീസ് കണക്ഷൻസിൽ ഏതാണ് നമുക്ക് സെയിം ആയിട്ട് കിട്ടുന്നത് എന്നുള്ള? സീരീസ് കണക്ഷൻസിൽ കറണ്ടാണ് സെയിം ആയിട്ട് കിട്ടുന്നത്. ഏതാണ്? മറ്റേ പാരലൽ കണക്ഷൻസിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും. ഓക്കെ, അത് പഠിച്ചിരിക്കുക. 20ാമത്തെ ചോദ്യം, വിച്ച് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫയൽസ് ആൻഡ് കോൾഡ് ചിസൽസ്? അപ്പോൾ ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഓപ്ഷൻ സി, അതായത് ഹൈ കാർബൺ സ്റ്റീലാണ് നമ്മൾ ഈ ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. HSS എന്ന് പറഞ്ഞ വേറെ ഒരു മെറ്റീരിയൽ ഉണ്ട്. HSS എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റീൽ എന്നുള്ളത്. അത് നമുക്ക് ഉപയോഗിക്കുന്നത് ടൂളായിട്ട്, അതായത് കട്ടിങ് ടൂൾസായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. അതായത് ഇത് നമ്മൾ സാധാ ടൂളായിട്ടാണ്. ലെയ്ത്തിലൊക്കെ കട്ടിങ് പോസ്റ്റിനകത്ത് പിടിപ്പിക്കുന്ന ഒരു കട്ടിങ് ടൂളുണ്ട്. ആ കട്ടിങ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത് HSS എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം, അല്ലെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഹൈ കാർബൺ സ്റ്റീലാണ് കേട്ടോ. 21ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി വോളിയം ഓഫ് എ സ്പിയർ വിത്ത് റേഡിയസ്? നമുക്ക് 7 cm തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല നമുക്കറിയാം. സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr² × 4/3 πr³ ആണ് നമുക്ക് സ്പിയറിൻ്റെ വോളിയം. ഓക്കെ, അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. അതാണ് അതിൻ്റെ ഉത്തരം. 22ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് സൈഡ് AC ഇഫ് AB = 7 തന്നിട്ടുണ്ട്, BC = 5 തന്നിട്ടുണ്ട്. ഈ പടത്തിൽ കാണുന്ന പോലെ ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഹൈപ്പോട്ന്യൂസ് നമുക്ക് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കുന്നത്. AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ചോദ്യത്തിൻ്റെ മാർക്ക് കിടക്കുന്നത് AC എന്നുള്ള പോർഷൻ നമുക്ക് അതിൻ്റെ നീളം കണ്ടുപിടിക്കാം. അതായത് അത് = ഈ 7² + 5² ആണ്. അതായത് AC = അല്ലെങ്കിൽ AC² = AB² + AC² ആണ്. അതാണ് ഹൈപ്പോട്ന്യൂസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് AC കണ്ടുപിടിക്കണമെങ്കിൽ ദി ഹോൾ റൂട്ട് ഓഫ് 7² + 5² എടുക്കുമ്പോഴത്തേക്കും
സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കും 8.6 cm² എന്ന് കിട്ടും. സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാൽക്കുലേറ്റർ കൊണ്ടുപോകാം. നമ്മൾ സാധാ കമ്പ്യൂട്ടർ പരീക്ഷയാണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ കാൽക്കുലേറ്റർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമുക്ക് പരിമിതിയുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കയ്യിലൊരു കാൽക്കുലേറ്ററും പേനയും, ബാക്കി നമ്മൾ സാധാരണ OMR പരീക്ഷയ്ക്ക് പോകുന്ന പോലെ തന്നെ പോവുക. ഓക്കെ. അടുത്ത ചോദ്യം 23 ആണ്. വിച്ച് വൺ ഈസ് ദി റേഡിയേഷൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ? അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന അയൺ റോഡ് ഈസ് ഹീറ്റഡ് വിത്ത് വൺ ഓഫ് ഇറ്റ്സ് എൻഡ് ആൻഡ് ഹീറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദി അതർ എൻഡ്. അതായത് ഒരു എൻഡിൽ നമ്മൾ ചൂടാക്കുമ്പോൾ മറ്റേ എൻഡ് വരെ ചൂടെത്തുന്നു. അതിനെ നമ്മൾ പറയുന്നത് കണ്ടക്ഷൻ എന്നാണ്. അതായത് അത് നമുക്കൊരു മീഡിയം ഉണ്ട്. അതായത് ഒരു സൈഡിൽ ചൂടാക്കുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുന്നു, അപ്പോൾ അതിൻ്റെ തീ താഴെ കിട്ടുന്നു, അതിൻ്റെ മുകളിലൊക്കെ ചൂടായി സൈഡിലൊക്കെ ചൂടായി വരുന്നു. അതാണ് കണ്ടക്ഷൻ ഉദ്ദേശിക്കുന്നത്. ബി ഓപ്ഷൻ ഉദ്ദേശിക്കുന്ന കോൾഡ് വാട്ടർ ഗോസ് ടു ദി ബോട്ടം ആൻഡ് ഫ്രം ദി ടോപ്പ് വൈൽ ഹീറ്റിംഗ് ദി വാട്ടർ. അതായത് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും താഴത്തുനിന്ന് മുകളിലോട്ട് തിളച്ച് മുകളിലോട്ട് വരും. അതിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. സെയിം ഫ്ലൂയിഡ്സിൻ്റെ കേസിലല്ല. ഫ്ലൂയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളമാകാം, ഒഴുകുന്ന എല്ലാ പദാർത്ഥം, കാറ്റ് പോലും ഒഴുകുന്നുണ്ട്. അപ്പോൾ കാറ്റ് ചൂടാവുന്ന അങ്ങനെ തന്നെ. അതായത് താഴേന്ന് ചൂടായി മുകളിലോട്ട് പോകും. അതായത് ഹോട്ട് എയർ എപ്പോഴും മുകളിലോട്ട് പോകും. അത് നമ്മൾ ഈ വെൻറ്റിലേഷനൊക്കെ എപ്പോഴും മുകളിൽ വെക്കുന്നതിൻ്റെ കാരണം ഹോട്ട് എയർ തങ്ങി നിൽക്കുന്നത് മുകളിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മുകളിൽ വെൻറ്റിലേഷൻ വെക്കുന്നത്. അപ്പോൾ അത് മുകളിൽ കൂടെ ഹോട്ട് എയർ മുകളിൽ ചെല്ലുന്നു, കോൾഡ് എയർ താഴത്തോട്ട് വരുന്നു. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഓൺ ഹീറ്റിംഗ് ഗ്യാസസ് ഈ ട്രാൻസ്മിറ്റഡ് ടു ദി സർവർ. അതായത് നമ്മൾ ഗ്യാസിനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡ്സിൻ്റെ കേസിലെല്ലാം കൺവെക്ഷനാണ് വരുന്നത്. ഓക്കെ. സോളിഡ്സിൻ്റെ കേസിനെല്ലാം കണ്ടക്ഷനാണ് വരുന്നത്. നാലാമത്തെ ഓപ്ഷനാണ് ഹീറ്റ് ഫ്രം ദി സൺ ട്രാവൽസ് ത്രൂ ദി സ്പേസ്. അതായത് ഈ സൂര്യൻ്റെ രശ്മികൾ അല്ലെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന ഈ ഹീറ്റ്, അതായത് സൂര്യൻ്റെ ചൂട് നമുക്ക് താഴത്തോടെ ഭൂമിയിൽ കിട്ടുന്നത് ഈ വായുവിലൂടെ അല്ല ആകാശത്തോടെ ഇങ്ങനെ വരുവാണ്, നമുക്കിങ്ങനെ വരുക. അതിനാണ് നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ. ഇതിനെ റേഡിയേഷൻ എന്ന് പറയാൻ കാരണം ഇത് വരുന്ന വഴിയൊന്നും ചൂടാവുന്നില്ല. ഇത് പ്രതിഫലിക്കുന്ന ഏതെങ്കിലും ഒരു പ്രതിഫലമാണോ അല്ലെങ്കിൽ ഒരു പ്രതലം ഉണ്ടല്ലോ ഈ നമ്മുടെ ഭൂമി, നമ്മുടെ നിലത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിക്കുന്ന ഈ പ്രകാശരശ്മികൾ തട്ടുന്ന വശം മാത്രമാണ്, എവിടെയെങ്കിലും തൊടുമല്ലോ ആ വശങ്ങൾ മാത്രമേ ചൂടാവത്തുള്ളൂ. അല്ലാണ്ട് ഈ കടന്നു പോകുന്ന വഴികളൊന്നും ചൂടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി മീഡിയവും വേണ്ട. ഇത് നമുക്കൊരു മീഡിയം ഇല്ലെങ്കിലും ഈ പ്രകാശരശ്മികൾ വന്ന് ഈ ഒരു പ്രതലത്തിൽ തട്ടും, ആ പ്രതലം ചൂടാവും. അങ്ങനെയാണ് നമ്മൾ ഈ റേഡിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പല മെഡിക്കൽ സയൻസിലും ഉപയോഗിക്കുന്നത്. നമ്മൾ ക്യാൻസറിനെ ആണെങ്കിലും ട്രീറ്റ് ചെയ്യുന്ന നമ്മളിത് എവിടെയെങ്കിലും തട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഈ റേഡിയേഷൻ അതിൻ്റെ അനുസരിച്ച് ഫ്രീക്വൻസിയിൽ ഇത് കടത്തി വിടുന്നു. ആ കടത്തി വിടുമ്പോൾ അത് എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ മാത്രം തട്ടുന്നു, അവിടെ ചൂടാവുന്നു, അവിടെ കരിച്ചു കളയും. അതാണ് ഈ റേഡിയേഷൻ്റെ ഈ പ്രത്യേകത. ഓക്കെ. അടുത്ത ചോദ്യം 24. വാട്ട് ഈസ് ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഇഫ് 2 റെസിസ്റ്റൻസ് ഓഫ് 4 ohms ആൻഡ് 6 ohms ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആവുന്ന കേസിനകത്ത് ഞാനൊരു ഇക്വേഷൻ ഇതിനകത്ത് കാണിച്ചു തരാം. അതായത് 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. അതായത് എത്ര ആ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് തന്നെ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് വരും. രണ്ടെണ്ണം ഈ കേസിൽ രണ്ടെണ്ണം 1/R1 പ്ലസ് 1/R2 ആണ് ഈസ് ഈക്വൽ ടു 1/R. അപ്പോൾ നമ്മൾ R എടുക്കുമ്പോഴത്തേക്കും R1 ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് വരും. അതായത് 6 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 6 പ്ലസ് 4, അതായത് 24/10 ആയിരിക്കും അതിൻ്റെ ഉത്തരം. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം 25. വാട്ട് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫേർട്ട് ടു ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി ലോഡ്? ഇതിൻ്റെ ഉത്തരം ഇവർ കൊടുത്തിരിക്കുന്നത് ബി ഫൾക്രം എന്നാണ്. ഇതിൻ്റെ ഉത്തരം തെറ്റാണ്. വെലോസിറ്റി റേഷ്യോ ആണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ 25 ചോദ്യം ആൻസർ ചെയ്തു. അതിനകത്ത് ചില ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റുണ്ട്. നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യുക. ഒന്നിലെ ഗൂഗിളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റോ നിങ്ങളുടെ പഠിപ്പിക്കുന്ന കൺസേൺഡ് ഇൻസ്ട്രക്ടർ തന്നിരിക്കുന്ന നോട്ടുമായിട്ട് ചെക്ക് ചെയ്യുക. അവർ പറയുന്നത് കേൾക്കുക. ഓക്കെ. ഇത് കംപ്ലീറ്റ് ബ്ലൈൻഡായിട്ട് ഇത് എടുക്കണ്ട. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ നല്ലോണം അപ്പിയർ ചെയ്യട്ടെ. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.